പക്ഷെ വേദപുസ്തകം പച്ചയായ യാഥാർത്ഥ്യം എഴുതിയിരിക്കുക, യേശു വന്നത് ഭൂമിയിൽ കൊട്ടാരം പണിയാനല്ല, കൊട്ടാരത്തിലേക്ക് നമ്മളെ കൊണ്ടുവരാനാണ്. യേശു വന്നത് നിന്റെ വീട് സ്വർഗമാക്കാനും സ്വർഗത്തിൽ നിനക്കൊരു വീട് തരാനും. അപ്പം യേശു ഭൂമിയിൽ വന്നു കഴിഞ്ഞാൽ നിന്റെ വീട് സ്വർഗമായി മാറും. കള്ളു കുടിച്ചിരുന്ന, സ്വസ്ഥതയില്ലാതിരുന്ന, വഴക്കുണ്ടാക്കിയിരുന്ന, തല്ലുപിടിച്ചിരുന്ന, സ്വസ്ഥതക്കേടുണ്ടായിരുന്ന നിന്റെ വീടിനെ സ്വർഗമാക്കാനാണ് യേശു ഭൂമിയിലേക്ക് വന്നത്. 2, സ്വർഗത്തിൽ താൻ ഇരിക്കുന്നിടത്ത് നിന്നെയും കൊണ്ട് ഇരുത്താൻ വേണ്ടിയിട്ടാണ് യേശു വന്നത്. ക്രിസ്തീയ ജീവിതത്തിന് ആകത്തുക എന്ന് പറയുന്നതാ. 1, നിന്നെ സ്വർഗമാക്കി മാറ്റണം, നിന്റെ ജീവിതം സ്വർഗമാക്കണം. 2, സ്വർഗത്തിൽ നിന്നെ കൊണ്ട് പാർപ്പിക്കണം. ചേർന്നൊരു സ്തോത്രം പറഞ്ഞാട്ടെ. പെർമനന്റ് വിസ തരാൻ വേണ്ടിയിട്ടാണ് കർത്താവ് വന്നത്. ഹെവൻ്റെ കോൺസുലേറ്റ് ഓപ്പൺ ആണ്. ആര് സബ്മിറ്റ് ചെയ്യുമോ അവർക്ക് പെർമനന്റ് വിസ സ്റ്റാറ്റസും. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൽ പൗലോസ് പറയും, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. ഇംഗ്ലണ്ടിലെ